ഇന്ന് പോത്തുംകുട്ടീനെ പുഴയ്ക്ക് വിട്ടപ്പോഴുള്ള അവസ്ഥയാണ് കേട്ടത്. ദിവസം കൂടുന്തോറും അവൻ വലിയ പ്രശ്നക്കാരനായിട്ട് വരികയാണ്. ഇന്ന് ഏട്ടനാണ് കേട്ടോ അവനെ കുളിപ്പിക്കാൻ വേണ്ടി പുഴയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ എത്തുന്നതിൻ്റെ മുന്നേ അവര് കുളിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവൻ്റെ കണ്ണിൻ്റെ സൂക്കടൊക്കെ നല്ലോണം കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പഴുപ്പൊക്കെ ഇപ്പൊ ചെറുതായിട്ട് വരുന്നുള്ള റെഡ് കളറൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഒരു ഉച്ച സമയത്താണ് ഞങ്ങൾ അവനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ നല്ല വെയിൽ കാരണം കൊണ്ട് ആരും പുഴയ്ക്ക് ഉണ്ടാവില്ല. ആരും ഇല്ലാത്ത സമയത്ത് കൊണ്ടുവരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനാള് ശരിയല്ല, ഇടയ്ക്കിടയ്ക്ക് ഓടിപ്പോണ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കുത്താൻ വരുന്ന മാതിരിയാണ് വരിക. അപ്പോൾ അത് നമുക്ക് പറ്റും, പക്ഷെ അത് കാണുന്ന എല്ലാവർക്കും പറ്റിക്കോളന്നില്ല. അത് കാരണം കൊണ്ട് ഞങ്ങൾ ആരും ഇല്ലാത്ത സമയം നോക്കിയിട്ട് അവനെ പുഴയ്ക്ക് കൊണ്ടുവരാറുള്ളൂ. ഇന്നലെ വൈകുന്നേരം മഴയൊക്കെ പെയ്തായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ അവനെ മഴ കൊള്ളണ്ട പറഞ്ഞിട്ട് ഞാൻ വേഗം വീട്ടിൽ കൊണ്ടുപോയി കെട്ടാ പറഞ്ഞിട്ട് അവൻ അഴിച്ചതേ ഓർമ്മയുള്ളൂ. അവൻ ഒരൊറ്റ ഓട്ടം അങ്ങോട്ട് ഓടിയിട്ടോ. ഭാഗ്യത്തിന് അവൻ നേരെ പോയത് അവൻ്റെ കൂട്ടിക്ക് തന്നെ ആയിരുന്നു. എനിക്കാണെങ്കിൽ അവൻ്റെ ഒപ്പം ഓടിയിട്ടൊന്നും എത്തുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അടുത്തൊക്കെ നിറയെ കുട്ടികളും ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ചുറ്റൊക്കെ വാഴകൃഷിയൊക്കെ ഉള്ള കാരണം കൊണ്ട് അത് നശിപ്പിക്കുമെന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആൾ ഇത്ര ആയിട്ടുള്ളൂ എന്നെങ്കിലും നമുക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവന് സ്പീഡിൽ ഓടും. ഏട്ടന് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വൈകാണ്ട് അവന് മൂക്ക് കയറിടണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പോത്തടുത്തേക്ക് വരുന്നത് പേടിയാന്നുണ്ടെങ്കിലും കുട്ടികളൊക്കെ അവനെ കുളിപ്പിക്കുന്ന കാണാനും അവനെ മേയ്ക്കാൻ വിടുമ്പോഴൊക്കെ അവനെ കാണാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. അവനെങ്ങനെ കുളിപ്പിക്കുന്ന സമയത്താണ് കേട്ടോ കണ്ടിരിക്കുന്നത്. അവൻ്റെ ദേഹം നിറയെ ചെള്ള് കടിച്ചിട്ടുള്ള പാടും മുറികളൊക്കെ ഉണ്ടായിരുന്നു. ഒരു മുറിയൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പാവം അതിനെ കുളിപ്പിക്കുന്ന സമയത്ത് തൊടുമ്പോഴൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. ഇവനെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ട് ഒരാഴ്ച ആവുന്നേ ഉള്ളൂ കേട്ടോ. എന്തായാലും ഇതിനോടകം തന്നെ അവൻ്റെ മേത്തുനിന്ന് അത്യാവശ്യം കുറേ ചെള്ളൊക്കെ എടുത്തിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അവനെ കിട്ടിയിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂന്നെങ്കിലും അവന് അത്യാവശ്യം മെച്ചപ്പെട്ട് വരുന്നതായിട്ട് ഞങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. പോത്തിനെ കുളിപ്പിച്ച് കഴിഞ്ഞ് വാ വീട്ടിൽ പോകാന്നൊക്കെ ഏട്ടൻ പറയുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് വരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പുഴയിൽ കുളിച്ചിട്ട് അവനും അത് കണ്ടു നിന്ന് ഞങ്ങൾക്കും അവിടുന്ന് വരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഏട്ടൻ കുറച്ചേരം കൂടി അവനെ കുളിപ്പിക്കാൻ പറഞ്ഞിട്ട് ചകിരിയും കൊണ്ട് ഉരച്ചിരുന്നു. അങ്ങനെ ഉരയ്ക്കുന്ന സമയത്താണ് കേട്ടോ എന്നെ വിളിച്ചതെന്ന് നോക്കുമ്പോൾ അവൻ്റെ കാലില്ല, കാലിൽ വലിയൊരു മുറിയായിട്ടുണ്ട്. ചെള്ള് കടിച്ചിട്ടാണ് തോന്നുന്നു. അതിൽ ഒരു കുഴി പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തൊടാൻ തന്നെ അവൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇനി നാളെ വേണം അതിന് മരുന്നൊക്കെ പോയിട്ട് മേടിക്കാൻ വേണ്ടിയിട്ട്. വാ മതി ഇനി വീട്ടിൽ പോവാ പറഞ്ഞിട്ടൊന്നും അവൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവൻ പിന്നെയും പുഴയിൽ ഇങ്ങനെ കുളിച്ചും കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും പോകുന്നുണ്ടായിരുന്നില്ല. അവസാനം കല്ലെടുത്തെറിയും വേഗം കയറിക്കോ പറഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം കയറിപ്പോയി. പുഴയ്ക്ക് കയറിയ സമയത്ത് ഒന്ന് ഓടണം എന്നൊക്കെ അവന് തോന്നി, പക്ഷേ ഏട്ടൻ സമ്മതിച്ചില്ല കേട്ടോ. അപ്പോൾ വീഡിയോ എത്രയുള്ളൂ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യണേ.